നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗൗതം, നീ എന്താ ഇതുവരെ ഓഫീസിൽ പോവാത്തത്? 10 മണിക്ക് നിനക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞതല്ലേ? അത് പോസ്റ്റ്പോണ്ട് ആയമ്മേ, ഞാനതാ പോവാത്തത്. മീറ്റിംഗ് മാറിയതോ അതോ മാറ്റിച്ചതോ? അമ്മ എന്താ അങ്ങനെ ചോദിച്ചത്? ബിസിനസ് കാര്യങ്ങൾ ഞാൻ മാറ്റി വെക്കാറില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? പതിവുകൾ പലതും തെറ്റുകയാണല്ലോ. നിങ്ങളിവിടെ സംസാരിച്ചത് കുറെയൊക്കെ ഞാൻ കേട്ടു. നിന്റെ അച്ഛനും ബയോളജിക്കൽ മദറും സഹോദരങ്ങളും ചേർന്ന് നിന്നെ ഒരു പോഴനാക്കാനുള്ള ശ്രമങ്ങളും കേട്ടു. അവരുടെ വഴിയിൽ നീങ്ങാനാണ് നിന്റെ തീരുമാനമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഞാൻ ആകാശം മുട്ടെ വളരാൻ ആഗ്രഹിച്ച എന്റെ മോന്റെ പതനം കാണാൻ എനിക്ക് വയ്യ. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. വസു, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ കൂടെ ഒന്ന് പുറത്തു പോകുന്നത് ഇത്ര വലിയ ഇഷ്യൂ ആക്കണോ? ഈ യാത്ര ഒരു തുടക്കം മാത്രമാണല്ലോ, വലിയ വീഴ്ചയിലേക്കുള്ള തുടക്കം. അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ശിവാനിയായിട്ട് പുറത്തു പോകുന്നില്ല. ഏയ്, ഞാൻ പറഞ്ഞതിന്റെ പേരിൽ അത് മുടക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഞാനാണ് ഭരിക്കുന്നെന്നുള്ള ചീത്തപ്പേര് എനിക്കുണ്ട്. എനിക്ക് ചീത്തപ്പേരല്ല, അഭിമാനമാണ്. അത് നീ കാണിക്കേണ്ടത് നിന്റെ പ്രവൃത്തി കൊണ്ടാ. 2 വെള്ളത്തിൽ ചവിട്ടിയുള്ള യാത്ര അപകടമാണ്. ഒന്നുകിൽ നിനക്ക് ഞാൻ വാർത്തെടുത്ത മട്ടിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ബിസിനസ്സുകാരനായി തുടരാം, അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ ഗതി തന്നെ ആവും നിനക്കും. നീ എന്ത് തീരുമാനിച്ചു? ഷോപ്പിങ്ങിന് പോകുന്നുണ്ടോ? എനിക്ക് നിങ്ങളെയും വേണം, അമ്മയും വേണം. അതുകൊണ്ട് തൽക്കാലം 2 വള്ളങ്ങളും ഇങ്ങനെ പോട്ടെ. രണ്ടും സമാന്തരങ്ങളായി സഞ്ചരിക്കുന്നിടത്തോളം കാലം അപകടം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാലോ? വള്ളങ്ങൾ സമാന്തരമായി പോയില്ലെങ്കിലോ? അതപ്പ ആലോചിക്കാം. തൽക്കാലം ആ ടെൻഷൻ ഏറ്റെടുക്കാൻ വയ്യ. ഞാൻ പോയിട്ട് വരാം. ഏട്ടൻ ഒരു റൊമാൻറ്റിക് മൂഡിലാക്കി വിടാന്ന് വിചാരിച്ചതാ. ആന്റി അത് സ്പോയിൽ ചെയ്തു. ആന്റിയുടെ സ്പോയിലിംഗ് ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട് 30-35 കൊല്ലമായി. വന്നു. എന്താ ശിവാനി? എന്റെ ഡാർലിംഗ് ഗൗതം ഇപ്പൊ വരും. അയാളുടെ കൂടെ പോകുമ്പോ ഞാൻ ഏത് ഡ്രസ് ഇടണം നിധി? നീ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? നോക്ക്, ഇതെങ്ങനെ കൊള്ളാമോ? ഭാവി വരന്റെ കൂടെ പോകാൻ ഇത് കൊള്ളാം അല്ലേ നിധി? ഇതൊക്കെ തനിച്ചു പോകുമ്പോ ഇടാനാ നല്ലത്. ഗൗതം സാർ ഒരു വലിയ ബിസിനസ്സുകാരനല്ലേ. അദ്ദേഹത്തിന്റെ കൂടെ ഔട്ടിങ്ങിന് പോകുമ്പോ കുറച്ചുകൂടി ഡീസന്റ് ആയ ഡ്രസ് ഇടണം. എനിക്ക് ഡീസൻസി ഇല്ലെന്നാണോ നീ പറയുന്നേ? ഞാൻ ഡ്രസ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ വെറും ചീപ്പാണെന്നാ നീ ഉദ്ദേശിച്ചേ? ആ ചീപ്നെസ്സേ ഡീസന്റ് ആയ ഡ്രസ്സ് കൊണ്ട് ഒരു പരിധി വരെ മൂടി വെക്കാൻ പറ്റും. പക്ഷെ വാ തുറന്നാ തീർന്നു. അമ്മ കണ്ടില്ലേ, ഇവൾക്ക് എന്നോട് കലിയ. ഗൗതമനെ ഞാൻ സ്വന്തമാക്കുന്നതിന് അസൂയ. അസൂയപ്പെട്ടോട്ടെ മോളെ, നിന്റെ സൗന്ദര്യത്തിന്റെ 7 അയലത്ത് വരുമോ ഇവള്? അതെ, നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത് വഴക്കുണ്ടാക്കാനാണോ അതോ ഡ്രസ്സ് സെലക്ട് ചെയ്യാനാണോ? മര്യാദക്ക് ഇവൾക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യ്. കല്യാണം കഴിയുന്നത് വരെ നീ ശിവാനിയുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം, ഒരു കോഴിയെ പോലെ. കോഴിയോ? ആ, ഈ രാജകുമാരിമാരുടെ കൂടെ നടക്കുന്ന പെണ്ണുങ്ങളില്ലേ, കോഴിമാര്. എന്റെ പൊന്നമ്മേ, അത് കോഴിമാരല്ല, തോഴിമാരാ. ആ, ഒരക്ഷരല്ലേ മാറിയിട്ടുള്ളൂ. അമ്മായി പറഞ്ഞത് ശിവാനിയെ കുറിച്ചാണെങ്കിൽ കറക്റ്റാ. ഇവളൊരു പിടക്കോഴിയാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്.
കൊള്ളാം. ഈ കോഴി ലുക്കൊക്കെ ഒന്ന് മാറി കിട്ടും. നിധി, ഇതേ ചുളുങ്ങി നാശായിരിക്കുക. ഒന്ന് പോയി അയൺ ചെയ്യേ. പോയി അയൺ ചെയ്ടി. ഇഷ്ടപ്പെട്ടില്ല. പണിയെടുക്കാൻ ഭയങ്കര മടിയാ ഇവക്കും ഇവളുടെ തള്ളയ്ക്കും. രണ്ടിന്റെ വേലത്തരങ്ങൾ നമ്മുടെ അടുത്ത് നടക്കൂലല്ലോ. നമ്മൾ പണിയെടുപ്പിച്ച് താടു കുടിക്കൂലേ? ഇതെന്താ ഇത്? ചുളുക്കൊന്നും മാറിയിട്ടില്ലല്ലോ. അയൺ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കഴിയുമ്പോഴേ ചുളുക്ക് മാറുള്ളൂ. ഹാ, ഇങ്ങനെ പൂ കൊണ്ട് തഴുകുന്നത് പോലെ അല്ല അയൺ ബോക്സ് ഉപയോഗിക്കണ്ടേ. അങ്ങോട്ടൊക്കെ അമർത്തി തേക്കി. ആ, ഇങ്ങനെയാണ് അയൺ ചെയ്യേണ്ടത്. നന്നായിട്ട് പ്രസി. ആ, എന്താടി നോക്കുന്നേ? ഓ, ഈ ഡ്രസ്സിന്റെ സ്ഥാനത്ത് ഞാനാണെന്നായിരിക്കുമല്ലേ നിന്റെ സങ്കല്പം? ഹാ, ഇതുപോലെ മേശയിൽ തേച്ചൊട്ടിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടല്ലേ? ഒട്ടുമില്ല ശിവാനി. കാരണം ഇതിന്റെ ഒക്കെ ക്ലൈമാക്സിൽ നീ സ്വയം തേഞ്ഞൊട്ടിക്കോളൂന്ന് എനിക്കറിയാം. സ്വയം തേയാനിരിക്കുന്ന ആളെ ഞാനും കൂടി തേക്കുന്നത് ശവത്തെ കുത്തുന്നത് പോലല്ലേ? കൂടുതൽ വാച പഠിക്കാതെ അയൺ ചെയ്തി. ഞാൻ അയൺ ചെയ്യാണല്ലോ. നീയല്ലേ ആവശ്യമില്ലാതെ എന്നെ ചൊറിയാൻ വന്ന് എന്റെ വായിലിരിക്കുന്നത് കേട്ടത്. ഇവളെ തന്നാലുണ്ടല്ലോ. ഗൗതമിന്റെ കൂടെയുള്ള കുറച്ച് വീഡിയോസ് എടുത്ത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആക്കണം. ശിവാനി, ദാ. ഹാ, ഇപ്പോഴേ ഇത് പെർഫെക്റ്റ് ആയി. എന്ത് ചെയ്യാനാ? പുറകെ നടന്ന് പറഞ്ഞ് ചെയ്യിച്ചാലേ എല്ലാം ശരിയാവൂ. ഇത്രയും പ്രായമായിട്ടും ഒരു ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ പഠിച്ചില്ലല്ലോ. ദേ, ഗൗതം വരുമ്പോ ഞങ്ങൾക്ക് പലതും സംസാരിക്കാനുണ്ട്. അതിന്റെ ഇടയിൽ കയറി വരാതെ ഒതുങ്ങി എവിടെയെങ്കിലും മാറി നിന്നോണം. ആ, ഈ വീർത്ത് കെട്ടിയ മുഖം കൊണ്ട് വിരഹഗാനവും പാടി ഗൗതമിന്റെ മുന്നിലേക്ക് വരരുത്. മനസ്സിലായോ? ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, നീയല്ല. ഞാൻ നിനക്ക് തന്ന ഔദാര്യമാണ് ഗൗതം. അത് മനസ്സിൽ വെച്ചെന്നോട് മാന്യമായിട്ട് പെരുമാറണം. ഇല്ലെങ്കിൽ തന്ന ഔദാര്യം ഞാനിങ്ങ് തിരിച്ചെടുക്കും. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. പിടിക്ക.